എപ്പിസോഡിന്റെ തുടക്കത്തില് തവളകളുടെ താഴ്വര കാണിക്കുന്നു. അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ സാക്ഷാൽ ഗാമത്തവള. ഒരുപാട് ഇടിയൊക്കെ കിട്ടി കൈയും കാലും ഒടിഞ്ഞ് നമ്മുടെ പേക്രോ തവള ഇപ്പൊ സൈഡായിരിക്കുകയാണ്. അപ്പൊ മൂത്ത് നരച്ചൊരു തവള ഇപ്പൊ ഗാമത്തവളയുടെ അടുത്തേക്ക് വന്ന് നിന്നെ വില്ലന്മാര് തൂക്കിയെടുത്ത് അറഞ്ചം പുറഞ്ച് ഇടിച്ചല്ലേ, ഇപ്പൊ നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അതിന് ഗാമത്തവള പറയും വലിയ കുഴപ്പമൊന്നുമില്ല, ഇതെനിക്ക് ശീലാണെന്ന് പറയും. എന്നിട്ട് ഇപ്പൊ ലീഫ് വില്ലേജില് എന്താ സംഭവിക്കണേന്ന് അപ്പാപ്പൻ തവളയോട് ചോദിക്കും. കുട്ടപ്പൻ അവനിപ്പോ ആ ഒരു മെയിൻ വില്ലൻ നാഗട്ടയോട് സംസാരിക്കാൻ പോയിരിക്കുകയാണ്. അവര് രണ്ടുപേരും ഫേസ് ടു ഫേസ് കാര്യമായിട്ട് സംസാരിക്കുകയാണ്. എന്തു വേണമെങ്കിലും സംഭവിക്കാം. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ ചോദിക്കും, നിന്റെ ആ സ്റ്റോറി അതെനിക്കറിയണം, അതറിഞ്ഞാൽ മാത്രമേ നിനക്ക് ആവശ്യമായിട്ടുള്ള ആൻസർ അതെനിക്ക് തരാൻ കഴിയൂ. അതിനവൻ പറയും, ഉറപ്പായിട്ടും എന്റെ സ്റ്റോറി അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷെ സ്റ്റോറിയുടെ അവസാനം എന്റെ ചോദ്യത്തിന്റെ ഉത്തരം അതെനിക്ക് കിട്ടിയിരിക്കണം. അതിന് കോണം ചോദിക്കും, നീ എന്തിനാ ഇവനോടൊക്കെ ഈ കഥ പറയാൻ നിൽക്കുന്നേ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഇവനെ ഇവിടെ വെച്ച് കൊന്നു തള്ളാം. അതിന് കോണം പറയും, മണ്ടത്തരം പറയരുത്, അവൻ 6 പേരിനെയും കൊന്നു കളഞ്ഞവനാണ്, അവൻ നിസ്സാരക്കാരനല്ല, അതുകൊണ്ട് മാന്യമായി ഡീൽ ചെയ്യണം. നാഗട്ടോ പറയും, ആദ്യമായിട്ട് എന്റെ പെയിൻ അത് സ്റ്റാർട്ട് ചെയ്തത് വർഷങ്ങൾക്ക് മുൻപ് ഹിഡൻ റെയിൻ വില്ലേജിൽ നടന്ന ആ ഒരു യുദ്ധത്തില് എന്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോഴാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. വില്ലന്മാർ നിഞ്ചകള് അവർ ഹിഡൻ റെയിൻ വില്ലേജിലെ ഓരോരുത്തരായിട്ട് തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അവർ ഓരോ വീടുകളിലും കയറി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ മോഷ്ടിക്കും. അവരുടെ കയ്യിൽ കിട്ടുന്നവരെ അവർ മൃഗയായിട്ട് കൊല്ലും. അങ്ങനെ അവസാനം ആ വില്ലന്മാര് അവർ നാഗട്ടോയുടെ വീട്ടിലേക്ക് എത്തും. അവനും അവന്റെ അച്ഛനും അമ്മയും ശ്വാസം മുറുക്കി പിടിച്ച് ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് നാഗട്ടോയുടെ കൈ തട്ടി ഒരു ബോൾ താഴെ വീഴും. ആ സൗണ്ട് കേട്ടുടനെ ഇപ്പൊ ഹിഡൻ ലീഫ് വില്ലേജിലെ നിഞ്ചകള് അവരോടി വന്ന് നാഗട്ടോയുടെ പപ്പയും അമ്മയും ഇപ്പൊ വെട്ടിക്കൊല്ലാണ്. അതുകൊണ്ട് നാഗട്ടോ അവൻ പേടിച്ച് വിറച്ചു നിൽക്കും. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുക, അതാ ഗ്രാമത്തിലുള്ള സാധാരണ ജനങ്ങളാണ്, വില്ലന്മാരല്ല. ഹിഡൻ ലീഫിലെ നിഞ്ചകള് അവരിപ്പോ പരസ്പരം നോക്കും, ഇനിയിപ്പോ എന്താ ചെയ്യാ, മിസ്റ്റേക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞ് അവരിപ്പോ തലകുനിച്ച് അങ്ങനെ നിൽക്കും. അവരിപ്പോ നാഗട്ടോയെ നോക്കി അവനോട് സോറി പറയാൻ തുടങ്ങും, ഞങ്ങൾക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. അത് കേട്ട് നാഗട്ടോ അവന് കലിയിളകി അവന്റെ റെനീങ്കം കണ്ണുവെച്ച് 2 ലീഫ് വില്ലേജുകാരെയും തകർത്ത് കളയും. ആ പവറിന്റെ ഹാങ് ഓവറില് ഇപ്പൊ അവന്റെ ബോധവും പോയി അവനും താഴെ വീഴും. അവിടെ വെച്ചാണ് അവൻ ആദ്യമായിട്ട് ലീഫ് വില്ലേജിന്റെ സിമ്പിൾ കാണാം. ബോധം വരുമ്പോ ശരീരം മുഴുവൻ രക്തമായിട്ട് അവന്റെ പാരന്റ്സ് അവന്റെ മുൻപിൽ മരിച്ചു കിടക്കുന്നത് കാണും. അത് കണ്ട് അവൻ പൊട്ടിക്കരയും. അന്നു മുതലാണ് എന്റെ ഉള്ളിലും വാശി, വൈരാഗ്യം, ദേഷ്യം എന്നിങ്ങനെയുള്ള ഫീലിങ്സ് അത് കടന്നുകൂടിയത്. അന്നാണ് ആദ്യമായിട്ട് ഞാൻ പോലും അറിയാതെ ഞാനൊരു കൊലയാളിയായി മാറിയത്. എന്റെ അച്ഛന്റെ അമ്മയുടെ ശരീരം അടക്കം ചെയ്ത് ഞാൻ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. വിശന്ന് വലഞ്ഞ ഞാൻ വീണ്ടും ഗ്രാമത്തിലേക്ക് തിരികെ എത്തി. അവിടെ മുഴുവൻ അലഞ്ഞു നടന്നു. വിശപ്പ് സഹിക്കാനാവാതെ തളർന്നു വീണപ്പോ എനിക്ക് കൂട്ടായി വന്നത് ഒരു പട്ടിക്കുട്ടിയാണ്. ഭക്ഷണത്തിനു വേണ്ടി ഞാൻ ഒരുപാട് വാതിലുകൾ മുട്ടി, പക്ഷെ എല്ലാവരും എന്നെ ആട്ടി ഓടിച്ചു. ഗ്രാമത്തിലെ അവസാനത്തെ വീട്ടിലെ ആളും അവനെ ആട്ടിപ്പായിക്കും. അവൻ ജനലിലൂടെ ഇപ്പൊ അകത്തേക്ക് നോക്കും. അപ്പൊ അവൻ കാണും ആ വീട്ടില് ഒരുപാട് ഫുഡ് ഐറ്റംസ് നിരത്തി വെച്ചിരിക്കുന്നത്. വേറെ വഴിയില്ലാതെ വീണ്ടും മുൻപോട്ട് നടക്കും. പക്ഷെ ഓൾറെഡി അവന്റെ ശരീരം അത് തളർന്നു പോയതുകൊണ്ട് തന്നെ അവനിപ്പോ അങ്ങനെ താഴെ വീഴും. അല്പസമയം കഴിയുമ്പോ ആരോ അവനെ തട്ടി വിളിക്കും. അതാരാണെന്ന് നോക്കിയാ സാക്ഷാൽ കോനോൻ. അവൾ അവന് കഴിക്കാൻ ബ്രെഡ് കൊടുക്കും. അവൻ അതിന്റെ ഒരു ഭാഗം അവന്റെ പട്ടിക്കുട്ടിക്ക് കൊടുത്ത് ബാക്കി ഭാഗം ആർത്തിയോട് കൂടെ കഴിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ കോനോൻ അവള് നാഗട്ടോയും കൂട്ടി ഇപ്പൊ യായിക്കോയുടെയും അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കും വരും. അവള് പറയും, ഇവരെയും ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. വിശന്നു വലഞ്ഞ ഇവർക്ക് ഫുഡ് കൊടുത്ത് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവരെല്ലാവരും ഗുഡ് ഫ്രണ്ട്സ് ആവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ നാഗട്ടോ പറയും, അന്നാണ് ഞങ്ങൾ എല്ലാവരും പരസ്പരം കണ്ടുമുട്ടിയത്. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്കില് ഇപ്പൊ യായിക്കോ അവൻ നാഗട്ടയോട് പറയും, നമുക്ക് ജീവിക്കണമെങ്കില് ഫുഡ് അതിനി ആവശ്യമാണ്, അതിനുവേണ്ടി നമ്മൾ ഫുഡ് മോഷ്ടിക്കണം. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ നെക്സ്റ്റ് ഡേ യായിക്കോയും കോണോനും അവര് രണ്ടുപേരും ഒരു ഫിഷ് മാർക്കറ്റിൽ വന്ന് സെയിൽസ്മാനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നാഗട്ടോ അവൻ നൈസായിട്ട് ഇപ്പൊ മീനുകള് അവിടുന്ന് അടിച്ചു മാറ്റും. പിന്നീട് അങ്ങോട്ട് കളവിന്റെ ഒരു പരമ്പര തന്നെ അരങ്ങേറി. അങ്ങനെ ഒരു ദിവസം ഇപ്പൊ നമ്മുടെ യായിക്കോ
അവൻ മോഷ്ടിക്കുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങള് ഇപ്പൊ അവനെ കൈയോടെ പിടിച്ച് അടിച്ച് അവശനാക്കും. അവനെ രക്ഷിക്കാൻ വന്ന നാഗട്ടോയെയും കോണോനെയും അവരെല്ലാവരെയും ജനങ്ങൾ അടിച്ചു ഓടിച്ചു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നാഗട്ടോ അവൻ എല്ലാവരോടുമായിട്ട് പറയും, കുഴപ്പമില്ല, ഇതൊക്കെ സർവ്വസാധാരണമാണ്. നമ്മളിപ്പോ അനാഥരല്ല, നമുക്ക് നമ്മളെല്ലാവരും ഉണ്ട്. നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് പറയും. അതിന് യായിക്കോ പറയും, ഞാൻ ഈ ലോകത്തിലെ തന്നെ നിയമ സംവിധാനങ്ങള് അതില്ലാതാക്കും. പിന്നീട് ഞാൻ ലോകത്തിന്റെ നേതാവായി മാറി സമാധാനം അത് പുനഃസ്ഥാപിക്കും. അത് കാണുമ്പോ മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷാവും. യായിക്കോട് ആഗ്രഹം കേൾക്കുമ്പോ അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷാവും. അങ്ങനെ അവർ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഒരു പേപ്പർ ബോംബ് അത് അവരുടെ മുൻപിൽ വീണ് പൊട്ടി അങ്ങോട്ട് തെറിക്കുക. ആ ഒരു പവറില് നമ്മുടെ പിള്ളേര് അവര് തെറിച്ചു പോകുന്നുണ്ട്. അവർക്ക് മനസ്സിലാവും അവരുടെ അടുത്ത് ആരോ ഇപ്പൊ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് അവര് കാണും ഹാൻസോയും അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ജിറയ മാമനും ഒറോച്ചിമാറും ഹൊക്കാഗെ ആന്റിയും. ഇവര് രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ അവരെ കണ്ടുമുട്ടിയത്. ആ ഒരു ഫൈറ്റിന്റെ ഇടയില് ഞങ്ങൾക്ക് ഞങ്ങളുടെ പട്ടിക്കുട്ടിയെ നഷ്ടമായി. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അത് കണ്ട് യായിക്കോ അവന് കലി കയറി ഇപ്പൊ നാഗട്ടയോട് പറയും, നീ കരയേണ്ട ആവശ്യമില്ല, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിന്റെ ദൈവം അത് ഞാനായിരിക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം ഞാൻ തന്നെ തിരികെ പിടിക്കും. സമാധാനം അത് ഞാൻ എന്തു വില കൊടുത്തും പുനഃസ്ഥാപിക്കും. നീ ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഞാനിപ്പോ ഗെൻജിപ്സു അത് ട്രെയിൻ ചെയ്യാൻ പോവാണെന്ന് പറയും. അതിന് നാഗട്ടോ ചോദിക്കും, ഗെൻജിപ്സുവോ? അത് നിനക്ക് ആര് പഠിപ്പിച്ചു തരാനാണ്? യായിക്കോ ഉടനെ ലീഫ് വില്ലേജിലെ നമ്മുടെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കും, ഇവരിലൂടെ തീർച്ചയായിട്ടും ഗെൻജിപ്സു അത് ഞാൻ പഠിച്ചെടുക്കും. ലീഫ് വില്ലേജുകാർക്ക് അവർക്ക് ഭയങ്കര പവറാണ്. ഉറപ്പായിട്ടും അവരിലൂടെ മാത്രമേ നമുക്ക് സ്ട്രോങ് ആകാൻ കഴിയൂ. അത് കേൾക്കുമ്പോ ഇപ്പൊ നാഗട്ടോ അവൻ ഫ്ലാഷ് ബാക്കില് അവന്റെ അച്ഛനെയും അമ്മയും കൊന്ന ലീഫ് വില്ലേജിലെ നിഞ്ചകളെ കുറിച്ച് ഓർക്കും. അവൻ അങ്ങനെ പേടിക്കാൻ തുടങ്ങും. അതിന് കോണോൻ ഒരുപക്ഷെ ലീഫ് വില്ലേജിലെ നിഞ്ചകള് അവര് നമ്മളെയും കൊന്നു കളഞ്ഞാലോ? യായിക്കോ പറയും, എന്തു വന്നാലും നമ്മൾ പുറകോട്ട് പോവരുത്, എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മുടെ മൂന്നാൾക്കാരും ഇപ്പൊ റെഡിയായിട്ട് അവരത്രയും നാളും കളക്ട് ചെയ്ത് വെച്ച ഫുഡ് അതൊരു അപ്പാപ്പനെ ഏൽപ്പിച്ചിട്ട് പറയും, ഇത് ഇത്രയും നാളും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ മോഷ്ടിച്ചതാണ്, അതിപ്പോ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് സോറിയൊക്കെ പറഞ്ഞ് അവര് വീണ്ടും മാമന്റെയും ഹൊക്കാഗെ ആന്റിയുടെയും ഒറോച്ചിമാറുവിന്റെയും പിന്നാലെ ഓടും. യായിക്കോ ഉടനെ അവർക്ക് എല്ലാവർക്കും ഓരോ മാസ്ക് കൊടുക്കും. നിങ്ങൾ ആരും ഒരു കാരണവശാലും ഈ മാസ്ക് ഊരരുത്. നമുക്ക് ചുറ്റും ഇപ്പൊ പോയിസൺ ഗ്യാസ് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അപ്പൊ നാഗട്ടോ ഇപ്പൊ ദൂരെ ആരോ കിടക്കുന്നത് കാണും. അവൻ വിളിച്ചു പറയും, ആരോ പരുക്ക് പറ്റി കിടക്കാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ രക്ഷപ്പെടുത്താം. യായിക്ക ഉടനെ ഒരു കല്ലെടുത്ത് അതിന് നേരെ വലിച്ചെറിയും. ഉടനെ ആ ഒരു ബോഡി അത് പൊട്ടി അങ്ങോട്ട് തെറിക്കും. അത് കണ്ട് നമ്മുടെ ആൾക്കാര് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. യായിക്കോ പറയും, അത് ട്രാപ്പാണ്, ഇതുപോലുള്ള ഒരുപാട് ട്രാപ്പ് നമുക്ക് ചുറ്റും ഉണ്ടാവും. അവരാ നാട് മുഴുവൻ നടന്ന് ഇപ്പൊ ഹൊക്കാഗെ ആന്റി, ആമൻ, ഒറോച്ചിമാറു അവരെ 3 പേരെയും അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ആരൊക്കെയോ ചേർന്ന് പരസ്പരം അറ്റാക്ക് ചെയ്യുന്നത് കാണും. ഒരുപാട് കത്തികളും പേപ്പർ ബോംബും അവർക്ക് നേരെ വരും. നാഗട്ടോ അവന്റെ റെനീകം കണ്ണുവെച്ച് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അവരവിടുന്ന് രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തെത്തും. ബോധം പോയ ആയിക്കോ അവൻ കണ്ണു തുറന്ന് ഇപ്പൊ ചുറ്റും നോക്കും. അവൻ ചോദിക്കും, എന്താ പറ്റിയേ? സത്യം പറയ്, നമ്മളിപ്പോ എവിടെയാ? അതിന് നാഗട്ടോ പറയും, നീ ടെൻഷൻ ആവണ്ട, നമ്മൾ ഇത്രയും കാലവും അന്വേഷിച്ചവരുടെ അടുത്ത് തന്നെ നമ്മളിപ്പോ എത്തിയിരിക്കുകയാണ്. അപ്പൊ യായിക്കോ കാണും അവന്റെ തൊട്ടു മുൻപില് മാമനും ഹൊക്കാഗെ ആന്റിയും ഒറോച്ചിമാറും അവര് 3 പേരും ഇപ്പൊ ഹായ് ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.